നമസ്കാരം. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് ജയിലിന് പുറത്ത് ജയിൽ മോചിതനായി പുറത്തേക്ക് വരുമ്പോൾ, ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിച്ചുകൊണ്ട് ഒരു ഒരു കൂട്ടം അവരുടെ സഹപ്രവർത്തകർ, ബന്ധുക്കൾ എല്ലാവരും കൂടെ നിൽക്കുന്നു. ഇതെന്താണ്? ഒരു കൈക്കൂലിക്കാരൻ പുറത്തേക്ക് വരുമ്പോൾ എന്ത് ഇങ്ങനെ എന്നാണ്. പെൻഷൻ വാങ്ങാൻ 2 മാസം മാത്രം ബാക്കി, റിട്ടയർഡ് ആകാൻ 2 മാസം മാത്രം ബാക്കി. ആ സമയത്ത് ആരൊക്കെ ചേർന്ന് ഒപ്പിച്ചു കൊടുത്ത പണിയാണ്. അതായത് ഒരു തരത്തിലും കൈക്കൂലി വാങ്ങൂല. അദ്ദേഹം പെൻഷനായി പുറത്തേക്ക് വന്നാൽ അദ്ദേഹത്തെ കൈക്കൂലിക്കാരനാക്കി പുറത്തേക്ക് വിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പുറത്തിറങ്ങിയിട്ട് പിന്നെ പറയുന്ന സാഹചര്യം വന്നാൽ ഈ കൈക്കൂലി വീരന്മാർക്ക്, യഥാർത്ഥ കൈക്കൂലി വീരന്മാർക്ക് പണിയാകും എന്നതുകൊണ്ട് ആരൊക്കെയോ ചേർന്ന് കൊടുത്ത പണിയാണ്. അത് ഈ ഒരു കേസിൽ മാത്രമല്ല. പോക്സോ കേസുകളുണ്ട്, പീഡന കേസുകളുണ്ട്, മോഷണ കേസുകളുണ്ട്. ഈ അടുത്ത കാലത്ത് പ്രവാസിയായ ഒരാൾ, അയാള് 2-3 ദിവസത്തെ അവധിക്ക് വന്നതാണ്. അവധിക്കല്ല, അദ്ദേഹം നാട്ടിലേക്ക് വന്നതാണ്, കല്യാണമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അന്ന് അദ്ദേഹം മാലമോഷണ കേസ് എന്ന് പറഞ്ഞ് പിടിച്ച് അകത്താക്കി. അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം മുഴുവൻ തകർന്ന കഥ നമുക്കറിയാം. പിടിച്ച് ജയിലിലാക്കിയത്. സത്യത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥയിലെ ഒരു സംവിധാനം മാറിയേ പറ്റൂ. ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുണ്ടാക്കി വെച്ച സംഭവമാണ്. നമ്മൾ ഇനി എന്തിനാണ് ഇത് വെച്ചുകൊണ്ട് പോലെന്ന് അറിയില്ല. നമ്മുടെ മന്ത്രിമാരോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോ എന്തേ ഇങ്ങനെ ചിന്തിക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന പരിപാടി നിർത്തണം. റിമാൻഡ് എന്ന പരിപാടി ഇല്ല, ജയിലിലേക്ക് പറഞ്ഞു വിടാൻ പാടില്ല. 100% ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട്, ബാക്കി രേഖകളെല്ലാം സറണ്ടർ ചെയ്യേണ്ടി വരും. പോലീസ് സ്റ്റേഷനിൽ പോയി സൈൻ ചെയ്യേണ്ടി വരും. പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, മറ്റെങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ അനുമതി വേണ്ടി വരും. അങ്ങനെ നിയമത്തിന്റെ ഉള്ളിൽ കുരുക്കി ഇട്ടുകൊണ്ട് അയാളെ സ്വതന്ത്രനാക്കി വിടണം. അയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് എന്ന ബോധത്തോടു കൂടി മറ്റ് ലോക രാജ്യങ്ങളിൽ, പരിഷ്കൃത രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഫ്രീ ആക്കി അങ്ങോട്ട് വിടുക. കാരണം അദ്ദേഹം കസ്റ്റഡിയിൽ തന്നെയാണ്, അദ്ദേഹത്തിന് എങ്ങോട്ടും പോകാക്കൂല. അതായത് ജയിലിൽ അടയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. ജയിലിൽ അടയ്ക്കാതെ തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന് ഇന്ത്യക്ക് പുറത്തേക്ക് പോകാൻ പറ്റൂലല്ലോ. എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും ബയോമെട്രിക്, ഇന്ന് ആധാർ സംവിധാനമുണ്ട്. കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഒരാളാണ് എന്ന് മനസ്സിലാവും. ഒരിക്കലും ഇന്ത്യക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. പാസ്പോർട്ട് കോടതിയുടെ പക്കലാണ്. അപ്പോൾ ആ നിലയ്ക്ക് അത്തരത്തിലൊരു നിയമ സംവിധാനം വരണം. ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത് ആരെയും ആർക്കും ജയിലിലാക്കാമെന്നൊരവസ്ഥയാണ്. പോലീസുകാരെ സ്വാധീനിച്ചിട്ടോ അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ടോ ഇല്ലാത്ത വകുപ്പുകളെല്ലാം കൂടി, ജാമ്യമില്ലാത്ത വകുപ്പുകൾ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് കേസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് പരാതി അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് അങ്ങോട്ട് പിടിച്ചോണ്ട് പോകും. കോടതിയിൽ ഹാജരാക്കുമ്പോൾ വകുപ്പുകൾ അതുകൊണ്ട് നേരെ റിമാൻഡ് ചെയ്യുക. റിമാൻഡ് ചെയ്യുന്നത് ജുഡീഷ്യൽ കസ്റ്റഡി എന്നാണ് പേര്. പക്ഷെ ജയിലിൽ അടക്കുകയാണ്, അവരുടെ സകല കാര്യങ്ങളും മുടക്കുകയാണെന്ന് മനസ്സിലാക്കണം. ഞാനൊരു അനുഭവസ്ഥനാണ് ആ കാര്യത്തിൽ. കാരണം എന്നെ ജയിലിൽ ഇടുന്ന സമയത്ത് എന്റെ എല്ലാ കാര്യങ്ങളും മുടങ്ങി, എന്റെ കമ്പനി പെർമിഷൻ എല്ലാം മുടങ്ങി പുറത്തു വന്നു. ഇന്ന് അറസ്റ്റ് അനധികൃതമായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട സാമ്പത്തികം, എന്റെ അതുവരെയുള്ള ഒരു പ്രോസസ്സ്, ഏതാണ്ട് 1 വർഷം വരെ ഞാൻ ചെയ്തു കൂട്ടിയ പ്രോസസ്സ്, ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു ദിവസം കൊണ്ടാണ്. വീണ്ടും അതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി, ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വീണ്ടും 1 വർഷക്കാലം ഞാൻ കറങ്ങി നടക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെയല്ലേ ഓരോ കാര്യങ്ങൾ, ഓരോ ജീവിതം നശിച്ചു പോകുകയല്ലേ ഈ ജുഡീഷ്യൽ കസ്റ്റഡിയുടെ പേരിൽ. അതായത് ഒരാളെ, ഒരു പോക്സോ കേസായാലും എന്ത് കേസായാലും അയാളെ ശിക്ഷിക്കട്ടെ, അയാളെ ശിക്ഷിച്ചതിന് ശേഷം നേരെ ജയിലിലിട്ടട്ടെ. വിചാരണ കഴിഞ്ഞ് ശിക്ഷിക്കുകയാണെങ്കിൽ ആ നിമിഷം മുതൽ അയാൾ ജയിലിൽ, പിന്നെ ജാമ്യം വേണ്ട, ഒരു കുന്തം വേണ്ട, അങ്ങനെ ശിക്ഷിക്കുക. ശിക്ഷ എന്ന് പറഞ്ഞാൽ അതായിരിക്കണം, പിന്നെ ജാമ്യമില്ല. എന്നാൽ ശിക്ഷിക്കുന്നത് വരെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഇവിടെ വരണം. അതായത് റിമാൻഡ് എന്നുള്ള പരിപാടി വേണ്ട ഇവിടെ. എന്തിനാണ് ഈ റിമാൻഡ് എന്ന് പറയുന്നത്? ജുഡീഷ്യൽ കസ്റ്റഡി അങ്ങനെ പറ്റുള്ളൂ. ഇത് അപരിഷ്കൃത കാടൻ നിയമമാണ്. ഇത് മാറ്റിയേ പറ്റൂ. ഈ ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയുന്ന, ഈ റിമാൻഡ് എന്ന് പറയുന്ന ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടക്കുന്നത്. എങ്ങനെയെങ്കിലും പിടിച്ചകത്താക്കുക, കുറച്ചു നാൾ അകത്താക്കുക. എല്ലാ കേസും അങ്ങനെ തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പോലും അങ്ങനെ തന്നെ. എന്തിനാണ് രാത്രിക്ക് രാത്രി വന്ന് പൊക്കിക്കൊണ്ടുപോയത്? ജാമ്യമില്ലാ വകുപ്പുകൾ കൊടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ ആ കേസ് നിലനിൽക്കില്ലെന്നും അയാൾക്ക് ജാമ്യം കിട്ടുമെന്നും അറിയാം. പക്ഷെ പ്രഥമ ദൃഷ്ടിയ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവിടെ റിമാൻഡ് ചെയ്യുന്നു, ജയിലിലാക്കുമെന്ന് അറിയാം. അങ്ങനെ ജാമ്യം കിട്ടുന്നത് വരെ കുറെ ദിവസം അവിടെ കിടക്കാം. ഏത് കേസിലും ആളെ കിടത്താം. അതുകൊണ്ടല്ലേ അന്ന് രാത്രിക്ക് രാത്രി രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചുകൊണ്ട് പോയത്? കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതിയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കോടതിയുടെ നിയന്ത്രണത്തിന് വിധേയനായി മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരാളായി മാറിയാൽ, അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും മറ്റെല്ലാം സറണ്ടർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, പുറത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അയാൾക്ക് ഏത് കാര്യത്തിനും ബയോമെട്രിക് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതം കോഞ്ഞാട്ടോ കൊളാവോ എന്തെങ്കിലും ചെയ്യുമോ? ഒന്നും ആവില്ല. അതൊരു വാർത്ത പോലും ആവില്ല. റിമാൻഡ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി മാറ്റിവെക്കണം. അത് ശരിയല്ല. അത് ശരി എന്നോ എടുത്ത് കളയണം. ഒരു പരിഷ്കൃത നാട്ടില്, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ നാട്ടിൽ അത് ദുരുപയോഗം ചെയ്യാണ് ചെയ്യുന്നത്.
ഒരു അനാവശ്യ പരിപാടിയാണ്. നിരപരാധികളെ ജയിലിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. കുറെ കാലം ജയിലിൽ കിടന്ന ശേഷം അയാൾ നിരപരാധിയാണെന്ന് കണ്ട് പുറത്തേക്ക് വിടുന്ന കാലം ഒരുപാടുണ്ട്. അതേസമയം കേസിൽ ജാമ്യമില്ലാ വകുപ്പുകളും മറ്റു കാര്യങ്ങളും ആയതുകൊണ്ട് ജയിലിലായി പോകുന്നവരുണ്ട്. അവർക്ക് ജാമ്യം കിട്ടി അവർ കേസ് വിചാരണയിൽ വരുമ്പോൾ അയാൾ നിരപരാധിയാണെന്ന് വെറുതെ വിടും. അയാളെ ജയിലിൽ കിടന്നതിന് ആരാ സമാധാനം പറയാ? അയാളുടെ നഷ്ടങ്ങൾക്ക് ആരെ കൊടുക്കുക? എന്തോരം കാശ് ചെലവുണ്ട് അയാളകത്ത് കിടക്കുന്ന സമയത്ത്. നമുക്ക് തോന്നും വളരെ സുഖമാണെന്ന്. ഏതോ ഒരു മരങ്ങോടൻ ഒരു പൊട്ടംകുണാപ്പം പറയുന്നത് കേട്ടു, ചാനലിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് കേട്ടു. ഈ ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഗസ്റ്റ്, ജഡ്ജിന്റെ ജസ്റ്റിസിന്റെ ഗസ്റ്റ് ആയിട്ടാണ് പോകുന്നതെന്നുള്ളത്. അവനും എന്റെ പെണ്ണും പിള്ളേൻ അവന്റെ മക്കളും എല്ലാം കൂടെ ഒന്ന് ജയിലിലൊന്ന് പോയി കിടന്നോട്ടെ, സർക്കാരിന്റെ ഗസ്റ്റ് ആയിട്ട്. അപ്പൊ അറിഞ്ഞോളും ഏതാണ് എന്റെ സുഖം എന്നുള്ളത്. കാലത്തിനനുസരിച്ച് ഒരു മാറ്റം വരാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ജുഡീഷ്യറിക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയോ മറ്റോ ഒന്നുമല്ല. ഇത് ശരിയല്ല. ഈ ഒരു രീതി മാറണം. നിരപരാധികൾ ഒരുപാട് പേർ ഇക്കാലത്ത് ശിക്ഷിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അനാവശ്യമായി ജയിലിൽ കിടക്കുന്നുണ്ട്. ജയിലിൽ കിടന്ന ശേഷം ജാമ്യം കിട്ടി പുറത്തു വന്നിട്ട് പിന്നെ കേസിൽ വെറുതെ വിടുമ്പോൾ അയാൾ ജയിലിൽ കിടന്നതിന് ആരും സമാധാനം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിലാക്കേണ്ട ആവശ്യമില്ല. ജയിൽ കുറ്റവാളിക്കാണ്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ മാത്രം ജയിൽ കൊടുത്താൽ മതി എന്നതാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. Different angles. Don't forget to subscribe and support this channel.